ഇറാനോടൊപ്പം യുദ്ധത്തിൽ ഹൂതികളും പങ്കുചേർന്നതോടുകൂടി തന്നെ ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാകട്ടെ ആദ്യ മിസൈൽ ഇസ്രായേലിന് നേരെ ഹൂതികൾ തൊടുത്തുവിടുകയും അവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ തുടരെ തന്നെ ആക്രമണങ്ങൾക്ക് മുതിർന്ന ഹൂതികൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് ഒരുങ്ങുകയാണ്. അല്ലെങ്കിൽ ഇവരെ തകർത്ത് തരിപ്പണമാക്കാനുള്ള രീതിയിൽ അവിടെ അണിയറയിൽ ചില പ്രവർത്തനങ്ങളും പദ്ധതികളും തയ്യാറാക്കുന്നതായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു രീതിയിൽ ഇറാനു നേരെയും അവരുടെ സഖ്യകക്ഷികളായ സായുധ സംഘങ്ങൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ അവസാനിക്കുന്നതുവരെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തങ്ങൾ തുടരുമെന്നതായിരുന്നു ഹൂതികൾ വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ മാത്രമല്ല ഇറാനെ പിന്തുണയ്ക്കുന്ന ലെബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള നേരത്തെ തന്നെ യുദ്ധത്തിൽ കക്ഷി ചേരുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണത്തിൽ 1100 പേർക്ക് ജീവൻ നഷ്ടമായതായും ഒരു മാസമായി തന്നെ ഇസ്രായേൽ US സഖ്യമാകട്ടെ ഇറാനുമായി നടത്തുന്ന യുദ്ധത്തിൽ പങ്കുചേർന്നുകൊണ്ട് യമനിലെ ഹൂതികൾ രംഗത്ത് വന്നത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന ഇവർ വലിയ രീതിയിൽ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. ഒരു മിസൈൽ ഇസ്രായേൽ അവിടെ നിർവീര്യമാക്കുകയും അതുമാത്രമല്ല സൂയിസ് കനാൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കടലിലേക്കും യുദ്ധം വ്യാപിപ്പിക്കുമോ എന്നൊരു ആശങ്ക കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇറാനിൽ US കരയുദ്ധത്തിന് ഇറങ്ങിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെങ്കടലിലേക്കുള്ള കടൽ ഗതാഗതം അത് തടസ്സപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ഇറാൻ വലിയ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2023 ഗാസയിൽ ഇസ്രായേലും ഹമാസും യുദ്ധം തുടങ്ങിയപ്പോൾ പാലസ്തീൻകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹൂതികളാകട്ടെ ചെങ്കടലിലേക്ക് പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കാൻ പോലും ശ്രമം നടത്തിയിരുന്നു. ശ്രമം മാത്രമല്ല അവിടെ കപ്പലുകൾ ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. യമൻ തീരത്തെ ബാബ് അൽ എന്ന കടലിലൂടെ തന്നെ പോകുന്ന ശത്രുക്കളുടെയും കപ്പലുകളുടെയും എല്ലാം തന്നെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ഹൂതികൾ ഇത് ലക്ഷ്യമിടുകയാണ് ചെയ്യുന്നതെന്ന ഒരു രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. തന്ത്രപ്രധാന ചരക്ക് ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചത് ആഗോളതലത്തിൽ എണ്ണ വിലയ്ക്ക് വലിയ വർധനവ്, അതായത് 50% വരെ വർധനവ് ഇരട്ടിയാക്കുന്നതായുള്ള രീതി നിലനിൽക്കുകയാണ്. ചെങ്കടലിലേക്കും യുദ്ധം പടർന്നുകൊണ്ട് സൂയിസ് കനാൽ പ്രതിസന്ധിയായി തന്നെ അവിടെ പരിണമിച്ചാൽ ആഗോളതലത്തിൽ സാമ്പത്തിക സാഹചര്യം വീണ്ടും വളരെയധികം മോശമാകാനുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ഭാരം കുറഞ്ഞ ഒരു ചരക്ക് ഇടനാഴിയായി തന്നെയാണ് സൂയിസ് കനാലിനെ കണക്കാക്കുന്നത്. ആഗോള ചരക്ക് നീക്കത്തിന്റെ 12% ഇതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നതാണ് മറ്റൊരു വസ്തുതാപരമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.